അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ പമ്പേഴ്സിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ, പഴയൊരു വീഡിയോ ആണ്. ആ പഴയൊരു വീഡിയോ കണ്ടപ്പോൾ ഈ ചങ്ങായി ആണല്ലോ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുക. ഈ ചങ്ങായി ആണല്ലോ ഈ പേരോട് ഉസ്താദിനെ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ സത്യത്തിലൊരു സങ്കടം വന്നുപോയി. സത്യം, ഇവൻ ഈ പമ്പേഴ്സ് എന്ന് പറഞ്ഞ ഈ ചങ്ങായി നമ്മളെ ആളൊന്നും അല്ലായിരുന്നു, അഥവാ AP വിഭാഗത്തിൽപ്പെട്ട ഒരാളൊന്നും അല്ലായിരുന്നു. സഹോദര സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണിപ്പം. അതിൽ നിന്ന് നൗഷാദിൻ്റെ പ്രേരണ കാരണം നൗഷാദിനോടൊപ്പം ഇങ്ങോട്ട് വന്ന് നൗഷാദിൻ്റെ ഒപ്പം ഒരു കായുണ്ടാക്കാൻ CD ഇറക്കി കായുണ്ടാക്കാനുള്ള പരിപാടിക്ക് നൗഷാദും ഈ പമ്പേഴ്സും അതുപോലെ രാമന്തളിയും കൂടിയും ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ അന്നൊക്കെ പ്രസംഗിച്ച ഒരു പ്രസംഗം, സുബ്ഹാനല്ലാഹ്, ഹുസൈൻ സലഫി പേരോട് ഉസ്താദിനെ വെല്ലുവിളിച്ചപ്പോൾ പേരോട് ഉസ്താദിനെ പറ്റിക്കൊണ്ട് ഉള്ള മദ്ഹ് പറയുന്ന ഈ വീഡിയോ കണ്ടപ്പോൾ ആ പേരോട് ഉസ്താദിനെ ഇവൻ അതേ നാക്കുകൊണ്ട് പറയുന്നതും ഇവൻ ആദ്യം പറഞ്ഞൊന്ന് കേട്ടു നോക്കി. മുമ്പ് ഇയാൾ കുറ്റ്യാടിയിൽ പോയിട്ട് വെല്ലുവിളിച്ച് പേരോട് ഉസ്താദിനെ എങ്ങനെ അബുദാബിയിലേക്ക് പോരാൻ പേരോട് തയ്യാറാണോ? ടിക്കറ്റ് ഫ്രീ, വിസ ഫ്രീ, പാസ്പോർട്ടും ഫ്രീ ആണ്. ഇയാൾക്കൊരു കാര്യം, ഇയാൾ തൊള്ളക്കിട്ടൊക്കെ പറയും പാസ്പോർട്ട് എങ്ങനെ ഇയാൾ ഫ്രീ കൊടുക്കല്? ഈ പാസ്പോർട്ട് എങ്ങനെ ഫ്രീ കൊടുക്കില്ല? പാസ്പോർട്ടും ഫ്രീ കൊടുക്കാം പമ്പേഴ്സേ. പാസ്പോർട്ട് ഫ്രീ കൊടുക്കണേനെന്താ? അതിലിപ്പോൾ ഇത്ര വലിയ അത്ഭുതമൊന്നുമില്ല. അതിപ്പോൾ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. പാസ്പോർട്ടും ഫ്രീ ആണ്. പാസ്പോർട്ട് ഫ്രീ കൊടുക്കുകയൊക്കെ ചെയ്യാം. കായില്ല, പൈസ ഇല്ലാത്തതിനാണല്ലോ ഫ്രീ എന്ന് അറിയണത്, അല്ലേ? അങ്ങോട്ടൊന്നും പൈസ എന്നല്ല, അങ്ങോട്ടൊന്നും കൊടുക്കാതെ ഇങ്ങോട്ട് വെറുതെ തരുന്നതിനാണല്ലോ ഫ്രീ എന്നറിയാം. അത് ചെയ്യാലോ. എന്തെങ്കിലും ഒന്ന് പറയേണ്ടി വെച്ചിട്ട് പറയാ. അതാണ് സത്യം. വെല്ലുവിളി കേട്ട് ജനിച്ച ആളാണ് പേരോട് ഉസ്താദ്. ഇത് സമതേ, ഞാൻ ഈ വിഷയത്തിൽ മാത്രം എന്നെ സമതയെന്ന് വിളിക്കും, അല്ലാത്തടത്തൊക്കെ ഞാൻ എന്നെ പമ്പേഴ്സെന്ന് വിളിക്കുള്ളൂ. പമ്പേഴ്സ് എന്ന് പറഞ്ഞതിന് ശേഷം പേച്ചുകാണ്ടും കൂടി ഞാൻ എന്നെ സമതയെന്ന് വിളിക്കൂല. പക്ഷേ ഈ വിഷയത്തിൽ ഞാൻ എന്നെ സമതയെന്ന് വിളിക്കുന്നതിൻ്റെ പേര് വിളിക്കുന്നത് പൊന്നാര സമതേ, ഈ രൂപത്തിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു, നല്ലൊരു കാര്യമായിരുന്നു. പക്ഷേ നീ മാറിയ രൂപം നോക്കിച്ച്. വെല്ലുവിളി കേട്ട് ജനിച്ചയാളാണ് പേരോട് ഉസ്താദ് എന്ന് എൻ്റെ നാക്ക് കൊണ്ടൊരു സമയത്ത് പറഞ്ഞു. ആ പേരോട് ഉസ്താദിനെന്ന് പറയാത്തതൊന്നുമില്ല. എന്ത് പറ്റി പേരോട് ഉസ്താദിന്? എന്താണ് പേരോട് ഉസ്താദിൻ്റെ അടുത്ത് പഴച്ചത്? സുന്നത്ത് ജമാഅത്ത് പറഞ്ഞു, പിന്നെ കള്ളത്വരീക്കത്തുകാരുടെ കള്ള നാണയങ്ങളെ വരച്ച് കാണിച്ചു. അതല്ലേ പേരോട് ഉസ്താദ് ചെയ്ത തെറ്റുള്ളൂ? കള്ള നാണയങ്ങളെ വരച്ച് കാണിച്ചതല്ലേ പേരോട് ഉസ്താദ് ചെയ്ത തെറ്റുള്ളൂ? ആ കള്ള നാണയത്തിനോടൊപ്പം നീയും കൂടി അപജ്വയിൽ പെട്ടുപോയി. ആ ഒറ്റ കാരണത്താൽ എന്തെല്ലാം നീ പറഞ്ഞു. ഏതായാലും ബാക്കിയും കൂടി ഒന്ന് തന്നെ പറയട്ടെ. ചെറുപ്പത്തിൽ തന്നെ ജനൽ കാണാനായിട്ട് വളർന്ന നേതാവാണ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അല്ലാഹ് എൻ്റെ അന്നത്തെ ദുആക്ക് അല്ലാഹ് സ്വീകരിച്ചിരിക്കണേ. ഇപ്പോഴാ പ്രശ്നം. ബാവാമൂദുവിന് കുത്തുബായി വന്നോവർ ആരെയും പറയണതറിയോ? ശൈഖുന മൗലാന പേരോട് ഉസ്താദിനെ ഒരു സമയത്ത് നമ്മളെ പമ്പേഴ്സ് പറഞ്ഞതാണിത്. നോക്കിങ്ങൾ. അതാണ് പേരോട് ഉസ്താദ്. അന്ന് പറഞ്ഞതാണ് പേരോട് ഉസ്താദ്. ഇന്ന് പറഞ്ഞുകൊണ്ട് നടക്കണതല്ല പേരോട് ഉസ്താദ്. അന്ന് പറഞ്ഞ ആളാണ് പേരോട് ഉസ്താദ്. പേരോട് ഉസ്താദ് ഒരു ബാബാ മുദവിന് കുത്തുബായി വന്നോവർ തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. ഇവരൊക്കെ നമ്മളെ ആദർശ രംഗത്തുള്ള എത്ര വലിയ നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഈ വിവാദത്തിന്റെ സിറാജുൽ ഹുദയുടെ പരിപാടി ബാബാ മുദവിന് കുത്തുബായി വന്നാണ്
ചെറുപ്പത്തിൽ തന്നെ ഗണ്ണനും മണ്ണായിട്ട് വളർന്ന നേതാവാണ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ 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 പറഞ്ഞോളി എൻ്റെ മക്കളെ, ആമീൻ പറഞ്ഞോളി. ഈ ദുആക്ക് അപ്പം അന്നാ കിട്ടിയതിന് ഇപ്പം നമ്മൾ തിരഞ്ഞെടുത്തുകാണ്ട് ഇടുകയാണ്. ഇനി ഇങ്ങനത്തെ ഒരു ദുആ ഇപ്പം എൻ്റെ അടുത്ത് കിട്ടൂല്ല, ഇപ്പം എൻ്റെ അടുത്ത് വേണ്ടേനു, ഇപ്പം എൻ്റെ ദുആ വേണ്ടേനു, അത് വേറെ വിഷയം. പക്ഷേ അന്ന് കണ്ടില്ല നിങ്ങൾ, ഗണ്ണന മണ്ഡലത്തിലൂടെ പ്രവർത്തിച്ച് വന്ന വളർന്നു വന്ന ആളാണ് പേരോട് ഉസ്താദ്. ഉറപ്പല്ലേ ബംബൈസേ, അതിൽ യാതൊരു സംശയവുമില്ല. സുന്നത്ത് ജമാഅത്തിന് വേണ്ടിക്കൊണ്ട് കിരീടം വെക്കാത്ത ഒരു രാജകുമാരനാണ് പേരോട് ഉസ്താദ്. സുന്നത്ത് ജമാഅത്തിൻ്റെ വിഷയത്തിൽ ഏത് ഖുറൈശി എവിടെ പറഞ്ഞോ അവിടേക്ക് ഓടിയെത്തിയിട്ട് അവിടെ പ്രസംഗിക്കുകയാണ് സുന്നത്ത് ജമാഅത്ത്. പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിൻ്റെ 4 മുക്കുകളും അവിടെ പറഞ്ഞ് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തിയിട്ടാണ് പേരോട് ഉസ്താദ് അവിടുന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. മണിക്കൂർ കണക്കിന് അറിയാൻ വർത്താനം. ഇന്ന് നിങ്ങൾ ആദർശ സമ്മേളനം എന്ന് പറഞ്ഞ് വെച്ചിട്ട് അതിൻ്റെ ഹംദും സലാത്തും ഒഴിച്ച് അതിൻ്റെ ഇടയിലും മുഴുവനും തിന്നുന്നത് പേരോട് ഉസ്താദിനെയാണ്. എന്തിൻ്റെ പേരിൽ? എൻ്റെ കള്ളത്തൊരീക്കത്തിനെ പറ്റിക്കൊണ്ട് വരച്ച് കാണിച്ചു എന്നുള്ള ഒറ്റ പേരിൽ. അറിയാൻ വർത്താനം. നല്ലോണം ചിന്തിച്ചോ. ഇതൊക്കെ പഠിച്ചോനെ ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ, സത്യം തന്നെയാണല്ലോ എന്ന്. ഇവർക്ക് നമ്മളെ ആദർശ രംഗത്തുള്ള എത്ര വലിയ നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഈ വിവാദന്റെ സിറാജുലുദയുടെ പരിപാടി ഉസ്താദ് അന്ന് പറഞ്ഞു, ഞാനിത് പുറത്തിറങ്ങിയാണ്ട് ഇനി എല്ലാവരും ഇത് കേൾക്കണ്ടേ. ബാബാമുദ് കുത്തുമായി ഒന്നാണ്. ചെറുപ്പത്തിൽ തന്നെ ഗണ്ണനും മണ്ണായിട്ട് വളർന്ന നേതാവാണ്. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ കാര്യങ്ങൾ പറയും. ഇനി അവസാനം 2 ദിവസം മുമ്പ് പട്ടാമ്പിയിൽ വെച്ച് ഹമീദ് വൈസിന്റെ ഒരു വെല്ലുവിളി നടക്കുകയാണ്. പട്ടാമ്പിയിൽ വെച്ചിട്ട് ഹമീദ് വൈസി പേരോട് ഉസ്താദിനെ വെല്ലുവിളിച്ചു എന്ന് പറഞ്ഞത്. അന്ന് സത്യത്തിൽ ഇയാൾ ഇതിനോടൊപ്പമുള്ള ആളാണ്. ആര്? ഹമീദ് വൈസിൻ്റെ ഒപ്പമുള്ള ആളാണ്. അന്ന് ഹമീദ് വൈസിൻ്റെ ഒപ്പമായിരുന്നു. അങ്ങനെ ഹമീദ് വൈസിൻ്റെ ഒപ്പമായപ്പോഴാണ് ഹമീദ് വൈസി പേരോട് ഉസ്താദിനെ പട്ടാമ്പിയിൽ വെച്ചിട്ട് വെല്ലുവിളിച്ചത്. പിന്നെ അവിടുന്ന് ഇങ്ങനെ മറുകണ്ഠം ചാടിക്കാണ്ട് കാന്തപുരം വിഭാഗത്തിൽ വന്നുകാണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഹമീദ് വൈസിനെ പറ്റിയിട്ട് കുറ്റപ്പെടുത്തി കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഇവിടെ വന്നുകാണ്ട് ത്വരീക്കത്തുക്കാണെന്ന് പറഞ്ഞ് പോയപ്പോൾ ഇവരും വിട്ടില്ല, കള്ള നാണയങ്ങളാണെന്ന് പറഞ്ഞ് പുറത്താക്കിയപ്പോൾ ഇപ്പോൾ ഓരെയും പുറം കയറി കൊണ്ട് എടുക്കുക. ഇങ്ങനത്തെ ഒരു മനുഷ്യന്മാർ അങ്ങനെ പോണു. എന്താ ചെയ്യുക? തലയിൽ കിട്ടും താടി ഉണ്ടായിട്ട് മാത്രമൊന്നും കാര്യമില്ല. സുന്നത്ത് ജമാഅത്തിനെ പറയിപ്പിക്കുന്ന ആളുകൾ ആരാണെങ്കിലും, അത് തങ്ങളാണെങ്കിലും മൂലരാണെങ്കിലും ഏത് ഖുറൈശിയാണെങ്കിലും വെറുതെ വിടാൻ പാടില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇയാളിങ്ങനെ വെല്ലുവിളി മുമ്പ് ഇയാൾ കുറ്റ്യാടിയിൽ പോയിട്ട് വെല്ലുവിളിച്ച് പേരോട് ഉസ്താദിനെ എങ്ങനെ അബൂദാബിയിലേക്ക് അത് നോക്കണ്ട. അത് നമ്മളെ സക്കരിയ സലായിയാണ്, മൂപ്പരാണ്. ആദ്യം നമ്മളെ പമ്പേഴ്സിനെ കൂക്കുകയാണ്, ഇതാണിട്ട്